ജാഫറെ, ഇവിടെ പുതിയ റെസ്റ്റോറന്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കൊരു ചായ അടിച്ചിട്ട് റൂമിൽ പോയാലോ? ആയിക്കോട്ടെ, ഞാൻ ഒന്ന് കേറി നോക്കുക. രണ്ട് ചായ കടിക്കാൻ എന്താ ഉള്ളത്? കഴിക്കാൻ മാൽപ്പൊരി, ഉണ്ടപ്പൊരി, നെയ്വട, പാൽക്കേക്ക്, സുഗിനി, ഏലാഞ്ചി, സ്വീറ്റ് ബോണ്ട. അല്ലേ വേണ്ട, ചായ മതി. അല്ല, ഞങ്ങളെ കൂടെ വന്ന ജാഫർ അല്ലേ? അതെ, നിങ്ങളറിയോ? ഞങ്ങൾ തമ്മിൽ ഒരു പഴയ പരിചയമുണ്ട്. അവനക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. അവനിപ്പോ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അവനിവിടെ IT കമ്പനിയിലാണ്. എന്നിട്ട് അവനെടുക്ക പോയി? ഒന്നുമല്ല, ഫോണ് വന്നിട്ടുണ്ടോ? എന്താ ഇവിടെ നമുക്ക് അവിടെ ഇരുന്ന് കുടിക്കല്ലോ? വേണ്ട, ഇവിടെ നല്ല കാറ്റുണ്ട്. അന്റെ ഒരു പരിചയക്കാരുണ്ട് അവിടെ, എന്നെ ചോദിച്ചിരുന്നു. എന്റെ അത് അയാൾക്ക് ആള് മാറിയിട്ടുണ്ടാവും. ഇല്ല, ഞാൻ നമ്പർ വാങ്ങിയിട്ടുണ്ട്. ഈ പോയി ക്യാഷ് കൊടുത്തിട്ട് വാ, നമുക്ക് ഇതിൽ അങ്ങോട്ട് പോവാം. ഉണ്ട്, ഞങ്ങളിവിടെ റൂമിലുണ്ട്. എന്നാ അങ്ങോട്ട് വരി. ജാഫറെ, നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. എനിക്കോ? ആരാ? ഇപ്പൊ വരും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതാരാന്ന് മനസ്സിലായ? ഇന്നെ പാരലൽ കോളേജിൽ പഠിപ്പിച്ച മാഷ. ഞാനവിടെ കടയിൽ എപ്പോഴും പോവാറുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ എന്നോട് മൂപ്പര് ചോദിക്കും. പക്ഷെ എന്നെ പഠിപ്പിച്ച മാഷാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മാഷിനെ പെട്ടെന്ന് അന്ന് ആ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ അതാണ് ഞാൻ അന്ന് അവിടുന്ന് മാറിയത്. അതിനെന്താ, ഏത് ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്. നാട്ടിൽ നിന്നാ തീർക്കാൻ പറ്റാത്തത്ര സാമ്പത്തിക ബാധ്യത വന്നപ്പോഴേ അവസാനത്തെ ആശ്രയം ഗൾഫിക്ക് കയറൽ മാത്രമായിരുന്നു. കുറേ ജോലി അന്വേഷിച്ച് പ്രായം എക്സ്പീരിയൻസ് ഒക്കെ ഒരു തടസ്സമായി. നാട്ടിക്ക് മടങ്ങാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് കിട്ടിയ ജോലിക്ക് അങ്ങോട്ട് കയറി. നമ്മൾ ഈ പഠിപ്പിക്കുന്ന സമയത്തെ 2 വിഭാഗം കുട്ടികളെ നമ്മൾ നോട്ട് ചെയ്യും. ഒന്ന് നല്ലോണം പഠിക്കുന്ന കുട്ടികൾ, 2 ഉഴപ്പന്മാരും. അതിൽ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടവനായിരുന്നു ഇവന്. ഇവിടെ വന്നപ്പോൾ ഒരു പാഠം കൂടി ഞാൻ പഠിച്ചു. പ്രവാസം എന്ന് പറയുന്നതേ ഒരു ഭാഗ്യം കൂടിയാണ്. ആ ഭാഗ്യം കൂടെ ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസം പദവിയൊന്നും ഒരു വിഷയമല്ല. ദേശങ്ങൾ, ജന്മങ്ങൾ, വേഷം മാറാൻ നിമിഷങ്ങൾ, നാമറിയാതാടുകയാണീ ജീവിത വേഷം.